GST മാറ്റത്തിന്റെ സാഹചര്യത്തിൽ മൈഫിൻ TV അവതരിപ്പിക്കുന്ന വാർത്താ പരമ്പര എന്താകും GST. GST മാറ്റം രാജ്യത്തെ വിപണികൾ സജീവമാക്കി. ഗാർഹിക ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കൂടി, കച്ചവടം പൊടിപൊടിക്കുന്നു. സെപ്റ്റംബർ 22-ന് GST 2.0 പ്രാബല്യത്തിൽ വന്നതോടെ വിപണികൾക്ക് പുത്തൻ ഉണർവ്. നവരാത്രിയുടെ ആദ്യ ദിനത്തിൽ പരിഷ്കരിച്ച ചരക്ക് സേവന നികുതി നിലവിൽ വന്നതോടെ കാറുകൾ, എയർ കണ്ടീഷണറുകൾ, മറ്റ് ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയുടെ വിൽപ്പനയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. പുതിയ GST ഘടന അനുസരിച്ച് നികുതി നിരക്കുകൾ 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളായി ലളിതമാക്കിയിരുന്നു. ഏകദേശം 99% നിത്യോപയോഗ സാധനങ്ങൾക്കും ഇപ്പോൾ കുറഞ്ഞ നിരക്കാണ് ബാധകം. വാഹനങ്ങൾക്ക് ഈടാക്കിയിരുന്ന സെസ് പൂർണ്ണമായും ഒഴിവാക്കിയതും വില കുറയ്ക്കാൻ സഹായിച്ചു. പുതിയ GST ഘടന പ്രകാരം 4 മീറ്ററിൽ താഴെ നീളമുള്ള ചെറിയ കാറുകൾക്ക് 18% നികുതി മാത്രമേയുള്ളൂ. സെസ് ഒഴിവാക്കിയതോടെ കാറുകളുടെ വിലയിൽ വലിയ കുറവുണ്ടായി. ഒറ്റ ദിവസം 80,000 പേർ വാഹനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതായി മാരുതി സുസുക്കിയിൽ നിന്ന് റിപ്പോർട്ടുണ്ട്. 30,000 ഡെലിവറികളും നടന്നു. കഴിഞ്ഞ 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണിത്. 11,000 വാഹനങ്ങൾ ഡീലർഷിപ്പുകൾക്ക് കൈമാറിയതായി ഹ്യുണ്ടായി അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ മികച്ച പ്രകടനമാണിത്. ടാറ്റ മോട്ടോഴ്സ് 10,000 കാറുകൾ വിറ്റഴിക്കുകയും 25,000-ലധികം അന്വേഷണങ്ങൾ ലഭിക്കുകയും ചെയ്തു. വസ്ത്രങ്ങൾ മുതൽ ഗാർഹിക ഉൽപ്പന്നങ്ങൾ വരെ എല്ലാ വിഭാഗത്തിലും വിൽപ്പനയിൽ വർധനവുണ്ടായി. എയർ കണ്ടീഷണറുകൾക്കും ടെലിവിഷനുകൾക്കും വില കുറഞ്ഞതോടെ ഇലക്ട്രോണിക്സ് വിപണിയിലും വൻ കുതിപ്പുണ്ടായി. സ്പ്ലിറ്റ് AC-കൾക്ക് 3,000 മുതൽ 5,000 രൂപയും പ്രീമിയം TVകൾക്ക് 85,000 രൂപ വരെയും വില കുറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.